നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ജുഡീഷ്യൽ ഓഫീസർമാരെ നാട്ടുകാർ ബന്ദികളാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിലാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. SIRൽ നിന്ന് ചില പേരുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബുധനാഴ്ച രാവിലെ 10-നായിരുന്നു സംഭവം. രാത്രി വൈകി വൻ പോലീസ് സന്നാഹം എത്തിയാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത്. തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രതിഷേധക്കാർ തകർത്തു. ചില വോട്ടർമാരുടെ വിവരങ്ങൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്തത് ബംഗാളിലെ ക്രമസമാധാന നില തകർന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മേഖലയിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാനും സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വമ്പൻ വാഗ്ദാനങ്ങളുമായി UDFും LDFും പ്രകടന പത്രിക പുറത്തിറക്കി. ഇന്ദിരാ ഗ്യാരണ്ടി ഉറപ്പാക്കി UDFിന്റെ പ്രകടന പത്രിക തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കൊച്ചിയിൽ പുറത്തിറക്കി. കേരളം ജയിക്കും, UDF നയിക്കും എന്നത് തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LDFിന്റെ പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ചയ്ക്കുള്ള 60 പരിപാടിയും 950 നിർദ്ദേശങ്ങളുമാണ് പ്രകടന പത്രികയിലുള്ളത്. 2 പുസ്തകമായാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി, ഈ അധ്യയന വർഷം 60,000 വിദ്യാർത്ഥികൾക്ക് ജോലി, സ്ത്രീകളിൽ 50% പേർക്കും ജോലി, അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ, അതിവേഗ തെക്ക് വടക്ക് റെയിൽപാതയ്ക്ക് വേണ്ടി ശ്രമം തുടങ്ങിയവ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. NDA പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ പ്രകാശനം ചെയ്തിരുന്നു. പെരുമ്പാവൂരിൽ ആസാം സ്വദേശിയെ തല്ലിക്കൊന്ന പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചാണ് ആസാം സ്വദേശികളായ പ്രതികൾ നൂറുൽ ഹുസൈനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നൂറുൽ ഹുസൈന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അന്യസംസ്ഥാന തൊഴിലാളികളായ അലാവുദ്ദീൻ, സാക്കിർ ഹുസൈൻ, ഹബീബുദ്ദീൻ, മുസമ്മിൽ ഹഖ്, ഹസൻ അലി, മിനാറുൽ എന്നിവരാണ് പ്രതികൾ. കഴിഞ്ഞ ദിവസം മുടിക്കൽ വഞ്ചനാട് AM വിനീർ എന്ന സ്ഥാപനത്തിലാണ് സംഭവം. തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ നൂറുൽ ഹുസൈനെ സംശയാസ്പദമായ രീതിയിൽ കണ്ടു. ഇവിടെ നിന്ന് ഇറങ്ങിയോടിയ ഇയാളെ പിടികൂടി മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഉരുളൻ തടികൾ ഉപയോഗിച്ച് പുറത്തും മുഖത്തും മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ചു. നെഞ്ചിനും വയറിനും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പല്ലുകൾ തകർന്ന നിലയിലാണ്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു തൊഴിലാളി ഫോണിൽ പകർത്തി. ഇതാണ് പ്രധാന തെളിവ്. കോഴിക്കോട്ട് വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന കിണാശ്ശേരിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കിണാശ്ശേരിയിലേത് ഉൾപ്പെടെ 4 സാമ്പിളുകൾ ഭോപ്പാലിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇതിൽ 1ലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവിടെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴി, താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനം ഇന്ന് നടക്കും. ഇതിനായി ദ്രുതകർമ്മ സേനയെ രൂപീകരിച്ചു. മാങ്കാവ്, പൊക്കുന്ന്, കിണാശ്ശേരി, ഒളവണ്ണ പഞ്ചായത്തിലെ ഒടുമ്പ്ര, കമ്പളിപ്പറമ്പ് ഭാഗങ്ങളിലാണ് ദ്രുതകർമ്മ സേനയുടെ പ്രവർത്തനം നടക്കുക. മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തെ പാർക്കിംഗ് ഏരിയയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് അധികൃതരെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. സമീപത്തെ SIT ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹമാണിതെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ എത്തിയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനാവശ്യമായ അപ്പീലുകൾ നൽകുന്നുവെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിന് 25,000 രൂപ പിഴയിട്ട് സുപ്രീം കോടതി. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വ്യവഹാരിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അനാവശ്യമായ അപ്പീലുകൾ നൽകി കോടതിയുടെ സമയം പാഴാക്കുകയാണെന്നും ജസ്റ്റിസ് BV നഗരത്ന, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. CISF കോൺസ്റ്റബിളിനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഈ നടപടി. ഒരു കോൺസ്റ്റബിളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിട്ടും എന്തിനാണ് വീണ്ടും അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് കോടതി ചോദിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ് സ്മരണ പുതുക്കി ലോകമെങ്ങും ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. 12 ശിഷ്യന്മാരുമൊത്തുള്ള യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. പള്ളികളിൽ കാലുകഴുകൽ ശുശ്രൂഷ, ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധന, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നിവ നടക്കും. പെസഹാചരണത്തിന്റെ ഭാഗമായി പല പള്ളികളിലും വിശുദ്ധ കുർബാനയും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു.
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ കൂടിയാണ് പെസഹ. സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇന്ന് രാവിലെ 7-ന് ആരംഭിച്ച പെസഹ തിരുക്കർമ്മങ്ങളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചകഴിഞ്ഞാണ് കൂടുതൽ പള്ളികളിലും പെസഹ കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹ അപ്പം മുറിക്കും. യേശുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.